ഇനി നമ്മൾ ചാപ്റ്റർ 2-ന്റെ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ പറഞ്ഞു. 4 മുതൽ 17 വരെയുള്ള സെക്ഷൻസ് ആണ് ചാപ്റ്റർ 2-ൽ ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഓരോ സെക്ഷൻ എന്താണെന്നുള്ളത് ഞാൻ വായിച്ച് പറഞ്ഞു തന്നു. ഇനി അടുത്തത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓരോ സെക്ഷൻസും എന്തൊക്കെയാണ്, 4-ാമത്തെ സെക്ഷൻ എന്താ, 5-ാമത്തെ സെക്ഷൻ, 6-ാമത്തെ സെക്ഷൻ എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ്, നമ്മൾ പറഞ്ഞ ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. എത്രാമത്തെ സെക്ഷനായിരുന്നു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാവും എന്ന് പറയുന്നത്? 6-ാമത്തെ സെക്ഷനിൽ സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ സെലക്ഷൻ കമ്മിറ്റി ആരെ സെലക്ട് ചെയ്യണം? ഫുഡ് അതോറിറ്റിയിലുള്ള മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം എന്താണ്, ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ഫുഡ് അതോറിറ്റിയിലെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യണം. ഈ ഫുഡ് അതോറിറ്റിയിലെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അണ്ടറിൽ 3 കമ്മിറ്റികൾ ഉണ്ടാവും അല്ലേ. ഒന്ന് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി, 2-ാമത്തെ സയൻറ്റിഫിക് കമ്മിറ്റി, 3-ാമത്തെ സയൻറ്റിഫിക് പാനൽ. ഇങ്ങനെ 3, ഇത്രയാണ് ഒരു ഫുഡ് അതോറിറ്റിൻ്റെ ഹെഡിലുള്ളത്, മെയിൻ ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ അണ്ടറിൽ ഓരോ സ്റ്റേറ്റിലും ഓരോ ഫുഡ് സേഫ്റ്റി ഫുഡ് അതോറിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ. അല്ലാതെ നമ്മൾ ഫുഡ് അതോറിറ്റി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കുന്ന സാധനങ്ങൾ. ഒന്നാമത്തെ സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാവും. ഈ സെലക്ഷൻ കമ്മിറ്റിയിലെ ആൾക്കാർ ഫുഡ് അതോറിറ്റീൻ്റെ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. ഈ ഫുഡ് അതോറിറ്റീൻ്റെ കീഴിൽ വരുന്നതാണ് ആര്? സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി, സെലക്ഷൻ കമ്മിറ്റി, സയൻറ്റിഫിക് കമ്മിറ്റി ആൻഡ് സയൻറ്റിഫിക് പാനൽ. ഇങ്ങനെ ഓക്കെ അല്ലേ. അതിൽ ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ 1-ാമത്തെ ഇതില്ലേ സബ്സെക്ഷന്, ഈ സെക്ഷൻ പഠിച്ചാൽ മതി. അതായത് ഇതിൽ പറയുന്നതാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഇന്ത്യ ടു എക്സെർട്ട് ദ പവർ. അതായത് ഫുഡ് അതോറിറ്റി എന്ന് പറയുന്നൊരു സാധനം അതോറിറ്റി കൊണ്ടുവരണമെന്ന് ഈ നിയമത്തിലൂടെ, 2006-ലാണ് ഈ നിയമം വന്നല്ലേ, 2008-ലാണ് ഫുഡ് അതോറിറ്റി വരുന്നത്. എന്തുകൊണ്ടാണ്? 6-ൽ ഈ നിയമത്തിൽ 4-ാമത്തെ സെക്ഷനിൽ പറഞ്ഞു ഒരു ഇന്ത്യയിലൊരു ഫുഡ് അതോറിറ്റി നമ്മൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 കൊല്ലം കൊണ്ട് അവരെന്തുണ്ടാക്കി? ഫുഡ് അതോറിറ്റി ഉണ്ടാക്കി. മനസ്സിലായി. അപ്പം നിയമത്തിൽ ആദ്യം പറഞ്ഞു ഫുഡ് അതോറിറ്റി ഉണ്ടാക്കണം. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഡൽഹിയിലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഡൽഹിയിലാണ്. ഇതൊരു ബോഡി കോർപ്പറേറ്റാണ്. എന്താണ്? ഒരു ബോഡി കോർപ്പറേറ്റാണ്. ഇതിനെ നമുക്ക് എന്താ പറയുക, ഇവർക്ക് സ്യൂ ചെയ്യാൻ പറ്റും. ഇനി അവരെ സ്യൂ ചെയ്യാൻ അത് ചെയ്യാൻ പറ്റും. അവർക്കൊരു സീൽ ഉണ്ടാവും. അതുപോലെ തന്നെ മൂവബിൾ ഇമ്മൂവബിൾ സാങ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അധികാരമുള്ള ഒരു അതോറിറ്റി ഉണ്ടാവണമെന്ന് 2006-ൽ ഈ നിയമത്തിൽ, FSSA നിയമത്തിൽ പറഞ്ഞു. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ? ഡൽഹി. ആ പറഞ്ഞ കാര്യമാണ് 4-ാമത്തെ സെക്ഷനിൽ പറയുന്നത്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇനി അടുത്തത് 5-ാമത്തെ സെക്ഷൻ. 5-ാമത്തെ സെക്ഷൻ ശ്രദ്ധിക്കുക, 5-ാമത്തെ സെക്ഷനാണ്. 5-ാമത്തെ സെക്ഷനിൽ പറയുന്നത് എന്താണ്? ഈ ഫുഡ് അതോറിറ്റിയിൽ എത്ര ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഫുഡ് അതോറിറ്റിയിൽ മൊത്തമായിട്ട് മെയിൻ ആയിട്ടുള്ളത് 23 ആളുകളാണ്. ഒരു ചെയർപേഴ്സണും ബാക്കി 22 മെമ്പേഴ്സും. 23 പേഴ്സൺസ് ഉണ്ട്. മൊത്തം മെമ്പേഴ്സ് ചോദിച്ചാൽ നമ്മൾ 23 പറഞ്ഞാലും ഫുഡ് അതോറിറ്റിയിൽ അല്ലാതെ ചോദിച്ചാൽ ഒരു ചെയർപേഴ്സണും 22 മെമ്പേഴ്സുമാണ് എന്തിലുള്ളത്? ഫുഡ് അതോറിറ്റിയിൽ ഉള്ളത്. ഈ 22 മെമ്പേഴ്സിൽ 7 പേര് ശ്രദ്ധിക്കുക. ഈ 22 മെമ്പേഴ്സിൽ 7 പേര് ആരാന്ന് വെച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആളുകളായിരിക്കണം. പക്ഷേ ഈ ആളുകൾ എവിടുന്നൊക്കെ? പല ഡിപ്പാർട്ട്മെൻറ്റ്, 7 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായിട്ട് എടുക്കുന്ന ആളുകളാണ്. ഇവരുടെ റാങ്ക് എന്താവരുത്? ജോയിൻറ്റ് സെക്രട്ടറിൻ്റെ കീഴിയാവാൻ പാടില്ല. അപ്പോൾ ഇവർ എന്താ സംഭവം? ഈ 7 ആളുകളും 7 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് എടുക്കുന്നത്. അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാണ്? 1 അഗ്രികൾച്ചർ, 2 കൊമേഴ്സ്, 3 കൺസ്യൂമർ അഫയേഴ്സ്, 4 ഫുഡ് പ്രോസസ്സിംഗ്, 5 ഹെൽത്ത്, 6 ലെജിസ്ലേറ്റീവ് അഫയേഴ്സ്, 7-ാമത്തത് ഫുഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഈ 7 ഡിപ്പാർട്ട്മെൻറ്റൊന്നും എന്ത് ചെയ്യും? ഒരു ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തുള്ള ആളുകളെ, ജോയിൻറ്റ് സെക്രട്ടറിൻ്റെ അത്രയും പദവിയുള്ള ആളുകളെ എന്ത് ചെയ്യും? ഇതിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യും. എന്തിലേക്ക്? ഫുഡ് അതോറിറ്റിയിലേക്ക് എടുക്കും. അപ്പോൾ ഇവർ ആരാണ്? ഇവർ എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സാണ്. ആരാണ്? എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സാണ്. എന്താണ് ഈ എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുന്നത്? എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇവർ ഫുഡ് അതോറിറ്റിയിൽ ഉണ്ടാവും, പക്ഷെ ഇവർക്ക് വേറെയും പണി ഉണ്ടാവും. ഇവർ ഫുഡ് അതോറിറ്റിയിൽ ഉണ്ടാവും, പക്ഷെ എന്താണ്? ഇവർക്ക് വേറെ അഗ്രികൾച്ചറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലെ പണി ഉണ്ടാവും. ആ ഒരാൾക്ക് എന്ത് ചെയ്യാണ്? ഈ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫുഡ് അതോറിറ്റീനെ അറിയിക്കാനും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തുള്ള ഒരാളെ എന്ത് ചെയ്യുന്നു? ഈ ഇതിലേക്ക് ഫുഡ് അതോറിറ്റിയിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യും. ഇവർ എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സാണ്. ഇവർക്ക് വേറെ സ്ഥാനങ്ങൾ വഹിക്കാൻ പറ്റും. ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ആരൊക്കെയാണ്? അഗ്രികൾച്ചർ, കൊമേഴ്സ്, കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് പ്രോസസ്സിംഗ്, ഹെൽത്ത്, ലെജിസ്ലേറ്റീവ് അഫയേഴ്സ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇത് നമുക്ക് പഠിക്കാൻ കുറച്ച് പണിയല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി.
ഫുഡ് വാങ്ങാൻ ക്യാഷ് ഇല്ല. ഫുഡ് വാങ്ങാൻ ക്യാഷ് ഇല്ല. അതായത് ഫുഡ് എന്ന് പറയുന്നത് ഫുഡ് പ്രോസസ്സിങ് വാങ്ങാനുള്ള വേണ്ട. ക്യാഷിൽ സി എന്ന് പറയുന്ന കൺസ്യൂമർ അഫയേഴ്സും കൊമേഴ്സും വരും. എ എന്ന് പറയുന്ന അഗ്രികൾച്ചർ വരും. എസ് എന്ന് പറയുന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വരും. എച്ച് എന്ന് പറയുന്നത് ഹെൽത്ത് വരും. ഓക്കെ അല്ലേ? പിന്നെ ഇവിടെയുള്ള എൽ എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് അഫയേഴ്സ്. ഇങ്ങനെ ഫുഡ് വാങ്ങാൻ ക്യാഷ് ഇല്ല എന്ന് ആലോചിച്ചാൽ ഈ 7 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആരൊക്കെയാന്ന് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പം മൊത്തം 23 മെമ്പേഴ്സിൽ 7 ആൾക്കാരെ പഠിച്ചു. ഇനി ബാക്കി വരുന്ന ആൾക്കാർ ആരൊക്കെയാന്ന് പറയും. ഒരു ചെയർപേഴ്സൺ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ 22 മെമ്പേഴ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആ 22 മെമ്പേഴ്സിൽ 7 ആൾക്കാരാണ് ഈ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഫുഡ് വാങ്ങാൻ ക്യാഷ് ഇല്ല കേട്ടോ. ഫുഡ് പ്രോസസ്സിങ്, ക്യാഷിൻ്റെ സി കൺസ്യൂമറും കൊമേഴ്സും, എ അഗ്രികൾച്ചർ, എസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, എച്ച് ഹെൽത്ത്, എൽ എന്താണ് ലെജിസ്ലേറ്റീവ്. അപ്പോൾ 22 മെമ്പേഴ്സിൽ 7 ആളുകളെ പഠിച്ചു. ഇനി അടുത്തത് ഈ 22 മെമ്പേഴ്സിൽ 7 കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളില്ലേ, ആ ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കുന്നത്. അതിൽ 2 പേര് ഫുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നത്. ആരാണ്? 2 പേര് ഫുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന്, 2 പേര് കൺസ്യൂമർ ഓർഗനൈസേഷൻ നിന്ന്, 3 ഫുഡ് ടെക്നോളജിസ്റ്റ്, നമ്മളായിരിക്കും ഫുഡ് ടെക്നോളജിസ്റ്റ് സയൻറ്റിസ്റ്റ് ഒക്കെയാണ് 3 പേര്, 5 മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഇങ്ങനത്തെ ഓരോ സോണിൽ നിന്ന്, ഇപ്പോൾ സ്റ്റേറ്റ്, യൂണിയൻ ടെറിട്ടറി സോണുകൾ ഉണ്ടാവില്ല, അതിൽ നിന്ന് 5 പേര്. അതുപോലെ പിന്നെ 2 പേര് ഫാർമേഴ്സ് ഓർഗനൈസേഷനും പിന്നെ 2 പേര് റീറ്റെയിലേഴ്സേഴ്സ് ഓർഗനൈസേഷനും. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അതിനിങ്ങനെ ആലോചിക്കുക. 5, 3, 2, 2, 2, 1. അതായത് 5 സോൺ. 5 പേര് എവിടെ നിന്നാണ്? സോണിൽ നിന്നാണ്. 3 പേര് ഫുഡ് ടെക്നോളജിസ്റ്റ്, 2 ഫുഡ് ഇൻഡസ്ട്രി, 2 പേര് എവിടെ നിന്നാണ് വരുന്നത്? കൺസ്യൂമർ ഓർഗനൈസേഷൻ, 2 ഫാർമേഴ്സ് ഓർഗനൈസേഷൻ, 1 റീറ്റെയിലേഴ്സ് ഓർഗനൈസേഷൻ. 5, 3, 2, 2, 5, 3, 2, 2, 1. 5, 3, 2, 2, 1 കേട്ടോ. 5, 3, 2, 2, 1 ആണ്. ഇതിൻ്റെ പേര് പഠിക്കണം. 5 പേര് സോൺ എന്നാണ്, 3 ഫുഡ് ടെക്നോളജിസ്റ്റ് ആണ്, 2 ആരാ വരുന്നത്? 2 ഫുഡ് ഇൻഡസ്ട്രി എന്നും, 2 കൺസ്യൂമർ ഓർഗനൈസേഷനും, 2 ഫാമേഴ്സ് ഓർഗനൈസേഷനും, 1 റീറ്റെയിലേഴ്സ് ഓർഗനൈസേഷനും. ഇങ്ങനെ 5, 3, 8, 10, 12, 14, 15 പേര്. ഓക്കെ അല്ലേ? അപ്പോൾ 7 പേര് അതും 15 പേര് ഇതും കൂടി ആയാലും എത്രയായി? 22 പേരായി. ഒരു ചെയർപേഴ്സണും ഉണ്ടാവും. ഇങ്ങനെ 22 മെമ്പേഴ്സാണ് ഫുഡ് അതോറിറ്റിയിൽ ഉണ്ടാവുക. ഇനി ഈ ചെയർപേഴ്സൺ ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? ചെയർപേഴ്സൺ അപ്പോയിന്റ് ചെയ്യുന്ന ആളാണ് സെൻട്രൽ ഗവൺമെന്റ്. ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? ചെയർപേഴ്സണെ സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. അയാൾക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യുക ആരാണ്? ഇയാൾ എന്തായിരിക്കണം? ഒരു സെക്രട്ടറി ഓഫ് ഇന്ത്യൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ റാങ്കിൽ കുറയാത്ത ആളായിരിക്കണം. നേരത്തെ പറഞ്ഞു എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സായി 7 പേര് ജോയിന്റ് സെക്രട്ടറിന്റെ റാങ്കിലായിരിക്കണം അല്ലേ? ജോയിന്റ് സെക്രട്ടറി. അപ്പോൾ ഇവരുടെ ചെയർപേഴ്സൺ ഇവരെക്കാളും മേലെ സ്ഥാനത്തുള്ള ഒരാളായിരിക്കണ്ടേ? അപ്പോൾ ചെയർപേഴ്സന്റെ സ്ഥാനം എന്തായിരുന്നു? റാങ്ക് എന്തായിരുന്നു? സെക്രട്ടറി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ റാങ്കിലുള്ള ഒരാളായിരിക്കണം ചെയർപേഴ്സൺ ആയിട്ട് ഇരിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവരെല്ലാവരെയും ആരാ അപ്പോയിന്റ് ചെയ്യുക? സെൻട്രൽ ഗവൺമെന്റ് ആട്ടോ. ഈ 22 മെമ്പേഴ്സിനെയും ഫുഡ് വാങ്ങാൻ ക്യാഷ് ഇല്ലാത്തവരെയും 5, 3, 5, 3, 3, 2, 2, 1നെയും ആരാ അപ്പോയിന്റ് ചെയ്യുക? സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുക. മൊത്തം പേര് 23 ആൾക്കാരെയും, ഒരു ചെയർപേഴ്സണും 22 മെമ്പേഴ്സിനെ ആരാ അപ്പോയിന്റ് ചെയ്യുക? സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. ഇനി അടുത്തത്, ഈ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ് കൊടുക്കും, ശരിയാ. പക്ഷെ അപ്പോയിന്റ്മെന്റ് ചെയ്യാനുള്ള ആളുകളെ സെലക്ട് ചെയ്യണ്ടേ? ആ സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയ കമ്മിറ്റിന്റെ പേരാണ് സെലക്ഷൻ കമ്മിറ്റി. ആരെ സെലക്ട് ചെയ്യാനാണ്? ചെയർപേഴ്സണെയും ബാക്കിയുള്ള മെമ്പേഴ്സിനെയും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സെലക്ഷൻ 6ാമത്തെ സെക്ഷനിൽ എന്താണ്? സെലക്ഷൻ കമ്മിറ്റി ഫോർ സെലക്ഷൻ ഓഫ് ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ഫുഡ് അതോറിറ്റി. ഓക്കെ, ഇതിൽ ആരൊക്കെ ഉണ്ടാവും? ഇതിൽ മൊത്തത്തിൽ 5 പേരാണ് ഉണ്ടാവുക. സെലക്ഷൻ കമ്മിറ്റിയിൽ എത്ര പേരുണ്ടാവും? 5 പേര്. ഒന്ന് ക്യാബിനറ്റ് സെക്രട്ടറി. ആരാ ഉണ്ടാവുക? ക്യാബിനറ്റ് സെക്രട്ടറി. അദ്ദേഹമായിരിക്കും ചെയർപേഴ്സൺ. ക്യാബിനറ്റ് സെക്രട്ടറി ചെയർപേഴ്സൺ. രണ്ടാമത്തത് 2 സെക്രട്ടറി ഇൻചാർജ് ഉണ്ടാവും. 2 സെക്രട്ടറി ഇൻചാർജ്, ഒരു സെക്രട്ടറി ഇൻചാർജ് എന്ന് പറയുന്നത് ഇതിന്റെ അഡ്മിനിസ്ട്രേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളായിരിക്കും. അതായത് മിനിസ്ട്രി ഓഫ് ഓർ ദ ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദിസ് ആക്ട്. ഒന്നെങ്കിൽ മിനിസ്ട്രിന്ന്, അല്ലെങ്കിൽ ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ റെസ്പോൺസിബിൾ ആയ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള സെക്രട്ടറി ഇൻചാർജ് ഉണ്ടാവും.
മൂന്നാമത്തത് അടുത്തത് ഒരു സെക്രട്ടറി ഇൻചാർജാണ്. അദ്ദേഹം എവിടെ നിന്നാണ്? ഈ ലെജിസ്ലേറ്റീവ് അല്ലെ പേഴ്സണലോ ഹെൽത്തുന്നോ ഈ മൂന്നിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇതിൽ നിന്നായിരിക്കും, ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിരിക്കും എന്ത് വരുന്നത്? മറ്റൊരു സെക്രട്ടറി ഇൻചാർജ്. അപ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് സെക്രട്ടറി അദ്ദേഹമായിരിക്കും ചെയർപേഴ്സൺ. രണ്ടാമത്തെ സെക്രട്ടറി ഇൻചാർജാണ്. മൂന്നാമത്തെ സെക്രട്ടറി ഇൻചാർജാണ്. രണ്ടാമത്തെ സെക്രട്ടറി ഇൻചാർജ് എവിടെ നിന്ന് വരുന്നു? ഇതിന്റെ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നു. മൂന്നാമത്തെ സെക്രട്ടറി ഇൻചാർജ് എവിടെ നിന്നാണ് വരുന്നത്? ഹെൽത്ത്, ലെജിസ്ലേറ്റീവ്, പേഴ്സണൽ അഫയേഴ്സ് നോക്കുന്നിടത്ത്. ഇത് കൂടാതെ പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ബോർഡിന്റെ ചെയർമാൻ ഉണ്ടാവും. പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ബോർഡിന്റെ ചെയർമാൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഫുഡ് ടെക്നോളജിസ്റ്റും ഉണ്ടാവും. അദ്ദേഹത്തിന് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ഇതാക്കുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഫുഡ് ടെക്നോളജിസ്റ്റ് ഉണ്ട്. അങ്ങനെ 5 പേര്. ഒരു ചെയർപേഴ്സൺ. ആ ചെയർപേഴ്സൺ ആരാണ്? ക്യാബിനറ്റ് സെക്രട്ടറി. ബാക്കിയുള്ള 4 മെമ്പേഴ്സും 1 ചെയർപേഴ്സണും 4 മെമ്പേഴ്സാണ്. ചെയർപേഴ്സൺ ആരാണ്? ക്യാബിനറ്റ് സെക്രട്ടറി. 2 സെക്രട്ടറി ഇൻചാർജ്, ഒരു ചെയർമാൻ ഓഫ് പബ്ലിക് എന്റർപ്രൈസസ്, പിന്നത്തത് ഒരു ഫുഡ് ടെക്നോളജിസ്റ്റ്. ഇത്രയും പേരാണ് എന്തിലുണ്ടാവുക? സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടാവുക. ഓക്കെ അല്ലേ? പക്ഷേ ഈ ഫുഡ് ടെക്നോളജിസ്റ്റിന് എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊന്നും പോയി പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ആയിരിക്കണം. ഇപ്പോൾ CFTR അങ്ങനത്തെ ഒക്കെ പോലത്തെ ഏതെങ്കിലും നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ? സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ അല്ലോ. ഫുഡ് അതോറിറ്റിയിൽ 23 ആളുകൾ, ഒരു ചെയർപേഴ്സണും 22 മെമ്പേഴ്സും. 22 മെമ്പേഴ്സിൽ 7 പേര് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സാണ് അല്ലേ? 7 പേര് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സാണ്. ഈ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരാണുള്ളത്? ഈ 5 സോണിൽ നിന്ന് 3 ഫുഡ് ടെക്നോളജിസ്റ്റും, അതുപോലെ തന്നെ 2 ഫുഡ് ഇൻഡസ്ട്രി, 2 കൺസ്യൂമർ ഓർഗനൈസേഷൻ, 2 ഫാർമേഴ്സ് ഓർഗനൈസേഷനും, ഒരു റീറ്റെയിൽ ഓർഗനൈസേഷനും. അങ്ങനെ 22 മെമ്പേഴ്സായി. ഇവരെ സെലക്ട് ചെയ്യുന്ന കമ്മിറ്റിയിൽ എത്ര പേരുണ്ട്? 5 പേര്. ഒരു ചെയർപേഴ്സണും 4 മെമ്പേഴ്സും. അപ്പോൾ 4, 5, 6 ഈ അത് 3 എണ്ണം കഴിഞ്ഞു. ഇനി അടുത്തത് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുക എന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അത് ഈ സെലക്ഷൻ കമ്മിറ്റിയാണ് ഇവരെ സെലക്ട് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ ഒരാൾ പെട്ടെന്ന് മരണപ്പെട്ടു, അതായത് പെട്ടെന്നൊരു വേക്കൻസി വന്നു, മരണം അല്ലെ എന്തെങ്കിലും ഒരു കാരണത്താൽ, അല്ലെ അയാൾ റിസൈൻ ചെയ്തു, അല്ലെ ചെയർപേഴ്സൺ അയാളെ പുറത്താക്കി, അങ്ങനെ പല കാരണം കൊണ്ട് ഒരു വേക്കൻസി വരാം അല്ലെ? ഇങ്ങനത്തെ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ ആ വേക്കൻസി വന്ന് 2 മാസത്തിനുള്ളിൽ, എത്ര മാസത്തിനുള്ളിൽ? 2 മാസത്തിനുള്ളിൽ ഒരാളെ അവിടെ അപ്പോയിന്റ് ചെയ്യണം. ഈ അപ്പോയിന്റ് ചെയ്യുന്ന ആളെ കൊടുക്കുമ്പോൾ ഒരാളെ നമുക്ക് കൊടുക്കാൻ പറ്റൂല. ഒരാളെ അപ്പോയിന്റ് ചെയ്യുമെങ്കിലും അപ്പോൾ സീറ്റിലേക്ക് ഒരാളെ കൊടുക്കുള്ളൂ എങ്കിലും നമ്മൾ ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് 2 ആൾക്കാരുടെ ഇത് വെക്കണം, ഓപ്ഷൻ വെക്കണം. 1 അല്ലെങ്കിൽ 2 എന്നുള്ളത് ഒരു ഓപ്ഷൻ വെക്കണം. അങ്ങനെ അതിൽ നിന്നാണ് പിന്നെ ഫുഡ് അതോറിറ്റി സെലക്ട് ചെയ്തിട്ട് അപ്പോയിൻമെന്റ് നടത്തുക. ഇനി അതല്ല, ഒരാൾ വിരമിക്കാൻ പോകുമ്പോൾ അയാൾ പെട്ടെന്ന് പോകുന്നല്ലോ, നമുക്ക് നേരത്തെ അറിയാലോ ഇയാൾ ഇന്ന മാസം വിരമിക്കും എന്നുള്ളത് അല്ലേ? അങ്ങനെ വിരമിക്കാൻ പോകുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇയാൾ വിരമിക്കുന്നതിന്റെ 3 മാസം മുന്നേ മറ്റൊരാളെ അവിടേക്ക് അപ്പോയിൻമെന്റ് ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യണം. അപ്പം മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്ന വേക്കൻസി ആണെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടും അറിഞ്ഞിട്ട്, അതായത് നമ്മൾ അറിഞ്ഞ ഇപ്പോൾ വേക്കൻസി വരും എന്നാൽ 3 മാസം കഴിഞ്ഞാൽ ഒരു വ്യക്തി അവിടുന്ന് മീൻസ് റിസൈൻ ചെയ്യും അല്ലെങ്കിൽ അയാളുടെ വിരമിക്കും എന്നൊക്കെ അറിയുകയാണെങ്കിൽ ആ സമയം എന്ത് ചെയ്യണം? ഇയാൾ വിരമിക്കുന്നതിന്റെ 3 മാസം മുന്നേ മറ്റൊരാൾ അവിടേക്ക് റെഡിയാക്കിയിരിക്കണം. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഈ സെലക്ഷൻ കമ്മിറ്റി ഒരാളെ ചെയർപേഴ്സൺ നമ്മൾ മെമ്പേഴ്സിനെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ 2 മാസത്തിനുള്ള, അത് റെഫറൻസ് വെച്ച് 2 മാസത്തിനുള്ള അയാളെ അപ്പോയിന്റ് ചെയ്യുകയും വേണം. ഇതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി, ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ ഇപ്പോൾ 5 പേരല്ലേ ഉള്ളേ? അതിലൊരാളിപ്പോൾ ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ഒരാളില്ല എന്ന് വിചാരിക്കാം. ഇതിപ്പോൾ ഫുഡ് അതോറിറ്റിയിൽ ഒരാൾ ഒഴിവാകുമ്പോൾ അല്ലേ നമ്മൾ പറഞ്ഞ 2 മാസത്തിനുള്ളിൽ ഒരാൾ റിസൈൻ ചെയ്യുകയാണെങ്കിൽ 2 മാസത്തിനുള്ള കൊടുക്കണം. ഇനി അതല്ല അയാൾ വിരമിക്കുന്നതാണെങ്കിൽ 3 മാസം മുന്നേ അയാളെ തീരുമാനിക്കണം. സെലക്ഷൻ കമ്മിറ്റി റെഫറൻസ് കൊടുത്തിട്ട് 2 മാസത്തിനുള്ളിൽ തീരുമാനമാക്കണം എന്നെല്ലാം നമ്മൾ പറഞ്ഞല്ലേ? പക്ഷെ സെലക്ഷൻ കമ്മിറ്റിയിലെ വേക്കൻസി വരുന്നെങ്കിലോ? സെലക്ഷൻ കമ്മിറ്റിയിൽ വേക്കൻസി വന്നെന്ന് കരുതിയിട്ട് ഈ ഫുഡ് അതോറിറ്റിയിൽ ഒരാൾ ഒഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇപ്പൊ 5 പേരുള്ള മെമ്പേഴ്സ് അല്ലേ? അപ്പൊ 4 പേരേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ ഈ 4 പേര് ഒരാളെ റെഫറൻസ് കൊടുക്കുന്നു. ആ റെഫറൻസ് കൊടുത്തിട്ട് അയാളിൽ സെലക്ട് ചെയ്ത് അപ്പോയിന്റ് ചെയ്താലും ഈ 5 പേരില്ലാത്ത കാരണത്തിൽ എന്താവൂല? അത് അവിടുന്ന് മാറിപ്പോലും. മീൻസ് അയാളുടെ അപ്പോയിന്റ്മെന്റ് കറക്റ്റ് ആയിരിക്കും. 5 പേരില്ല എന്നുള്ള കണ്ടീഷനിൽ എന്താവൂല? ആ അപ്പോയിന്റ്മെന്റ് ഇൻവാലിഡ് ഒന്നും ആവൂല. 4 പേരാണെങ്കിൽ ആ 4 പേര് സെലക്ഷൻ ചെയ്യണം. അപ്പോൾ ഓക്കെ,
4, 5, 6 കഴിഞ്ഞു. 4-മത്തേല് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി, 5-മത്തേല് ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത്, 6-മത്തതില് സെലക്ഷൻ കമ്മിറ്റി. ഇനി 7-മത്തത്. 7-മത്തിന്റെ കേസിൽ പറയുന്നത് എന്താണ്? ഓഫീസ് എന്താണ്, എത്ര കൊല്ലം ഇവർക്ക് വർക്ക് ചെയ്യാൻ? 3 കൊല്ലമാണ് ഇവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ടേം ഓഫ് ഓഫീസ് എത്രയാണ്? 3 years ആണ്. ഈ 3 years വേണമെങ്കിൽ, അഥവാ നമുക്ക് ആവശ്യം വരികയാണ് ആ വ്യക്തിയുടെ, ഇപ്പോൾ ഒരു വ്യക്തിന്റെ അവിടെ ഉണ്ടാവണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 3 വർഷം കൂടി കൂട്ടിക്കൊടുക്കാം. അങ്ങനെ മാക്സിമം 6 വർഷമാണ് ഒരു വ്യക്തിക്ക് ഫുഡ് അതോറിറ്റിയിൽ വർക്ക് ചെയ്യാൻ പറ്റുക. 3 വർഷത്തേക്ക് അപ്പോയിന്റ് ചെയ്യുന്നു. ആ 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അയാളെ വീണ്ടും വേണം റീ അപ്പോയിന്റ്മെന്റ് ചെയ്യാം. പക്ഷേ ആ 3 വർഷം കഴിഞ്ഞാൽ പിന്നെയില്ല. അപ്പം മാക്സിമം 6 years ആണ് ഒരാളുടെ ടേം ഓഫ് ഓഫീസ് വരുന്നത്. ഇനി ഇവരുടെ ഏജ് ആണ്. ഒരു ചെയർപേഴ്സൺ, അതായത് ഫുഡ് അതോറിറ്റിന്റെ ചെയർപേഴ്സൺ മാക്സിമം 65 years, 65 വയസ്സേ പാടുള്ളൂ. ബാക്കിയുള്ള മെമ്പേഴ്സ് ആണെങ്കിലോ 62, ചെയർപേഴ്സൺ 65, മെമ്പേഴ്സിന് 62 വയസ്സും മാത്രമേ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? പിന്നെ ഇവരുടെ സാലറി, അലവൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരാ തീരുമാനിക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ പറഞ്ഞില്ലേ, ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സെക്രട്ടറി ഓഫ് ഇന്ത്യന്റെ ചാർജ് റാങ്കുള്ള ആളാണ്. അപ്പൊ ഈ സെക്രട്ടറി ഓഫ് ഇന്ത്യന്റെ റാങ്കിന്റെ സാലറി ആർക്ക് കിട്ടും? ചെയർപേഴ്സണ് കിട്ടും. അതുപോലെ ഈ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ജോയിന്റ് സെക്രട്ടറിന്റെ സ്ഥാനത്തുള്ള ആൾക്കാരല്ലേ, അപ്പൊ അവർക്ക് ഇവരുടെ സാലറി സ്കെയിൽ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഓരോ പൊസിഷനും ഓരോ സാലറി സ്കെയിൽ ഉണ്ടാവും. അതാരാ തീരുമാനിക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് റിമൂവൽ ഓഫ് ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ഫുഡ് അതോറിറ്റി. എന്തുകൊണ്ട് നമ്മൾ ഒരാളെ ഒരു സ്ഥലത്ത് നിന്ന് റിമൂവ് ചെയ്യുന്നതിന്റെ കാരണം എന്തായിരിക്കും? എല്ലാ പോലെ തന്നെ അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും, ബ്രൈബ് വാങ്ങിയിട്ടുണ്ടാവും, അങ്ങനത്തെ. ഇല്ലെങ്കിൽ എന്തുണ്ടാവും? ഇയാള് താൽക്കാലികമായിട്ട് അവിടുന്ന് മാറാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിലോ ഫിസിക്കലോ മെന്റലോ അയാൾക്ക് എന്തെങ്കിലും അസുഖം വരിക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, അങ്ങനെ അയാൾ ഇങ്ങനെ ഒരു മെമ്പർ ആവാൻ പറ്റൂല എന്നുള്ളത്. ഇനിയും അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ മറ്റൊരു ഇൻട്രസ്റ്റ് അയാൾക്ക്, അതായത് ബ്രൈബ് വാങ്ങും അത്. ഇനി അതല്ലെങ്കിൽ അദ്ദേഹം ആ പൊസിഷനെ അബ്യൂസ് ചെയ്ത് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആ പൊസിഷനെ അയാൾ ദുരുപയോഗം ചെയ്യുക. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയർപേഴ്സൺ ആയാലും മെമ്പർ ആയാലൊക്കെ ഫുഡ് അതോറിറ്റിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് 9-മത്തെ ഓഫീസ് ആൻഡ് അതർ എംപ്ലോയീസ് ഓഫ് ഫുഡ് അതോറിറ്റിയാണ്. അപ്പോൾ ഈ ഫുഡ് അതോറിറ്റിയിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ആരൊക്കെയാണ്? 23 ആൾക്കാർ അല്ലേ? ചെയർപേഴ്സണും 22 മെമ്പേഴ്സും. ഈ മെമ്പേഴ്സ് അല്ലാതെ വേറെ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. 1-മത് മറ്റൊരു മെമ്പറാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ CEO. ഇവര് ആരാണ്? മെമ്പർ സെക്രട്ടറി ഓഫ് അതോറിറ്റിയാണ്. അതോറിറ്റിന്റെ മെമ്പർ സെക്രട്ടറിയാണ്. ആരാണ്? മെമ്പർ സെക്രട്ടറി ഓഫ് ദ അതോറിറ്റി. അതോറിറ്റിന്റെ മെമ്പർ സെക്രട്ടറിയാണ് ആര്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് ആരാ അപ്പോയിന്റ് ചെയ്യുക? സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് അപ്പോയിന്റ് ചെയ്യുക. ഇദ്ദേഹത്തിന് എന്താണ്? ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ എന്താ പറയാ, ബാക്കി അല്ലാതെ വരുന്ന ബാക്കിയുള്ള എംപ്ലോയീസ് ഒക്കെ അല്ല, അതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് അന്നേരം ആവശ്യം അനുസരിച്ച് എന്ത് ചെയ്യും? അപ്പോയിന്റ്മെന്റ് ചെയ്യും. അപ്പോൾ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളും കൂടിയുള്ള CEO ആണ്. ഈ CEO അല്ലാതെ വേറൊരാളെ ബാക്കി ഏതെങ്കിലും എംപ്ലോയീസിനൊക്കെ വേണമെങ്കിൽ അപ്പോയിന്റ് ചെയ്യും, സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യും. ഇതിന്റെ അവരുടെ സാലറി അലവൻസ് ഒക്കെ ആര് തീരുമാനിക്കും? സെൻട്രൽ ഗവൺമെന്റ് തന്നെ തീരുമാനിക്കുകയും ചെയ്യും. ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ത് റാങ്കിൽ കുറയാൻ പാടില്ല? അഡീഷണൽ സെക്രട്ടറിന്റെ റാങ്ക് കുറയാൻ പാടില്ല. ഇനി മാറിപ്പോരുത്. ചീഫ് പേഴ്സൺ, അതായത് ചെയർപേഴ്സണിന്റെ എന്തിന്റെ അതോറിറ്റിന്റെ ചെയർപേഴ്സണിന്റെ സ്ഥാനം എന്തായിരുന്നു? സെക്രട്ടറി. 7 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന്റെ ജോയിന്റ് സെക്രട്ടറി. CEOന്റെ എന്തായിരുന്നു? അഡീഷണൽ സെക്രട്ടറി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മൂന്ന് സ്ഥാനങ്ങൾ, ഈ റാങ്കിലുള്ള ആൾക്കാരെ ആ പോസ്റ്റിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി അടുത്ത 10-മത്തെ ഒരു ഫുഡ് അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയിൽ ചെയർപേഴ്സണും 22 മെമ്പേഴ്സ് വേറെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു CEO ഉണ്ട് അല്ലേ? അപ്പൊ CEOക്ക് എന്താ പണി നമ്മൾ അറിയണ്ടേ? CEOന്റെ പണിയാണ് എന്തൊക്കെ CEOന്റെ പണി ഉണ്ടാവുക? 1-മത്തത് ഫുഡ് അതോറിറ്റി എങ്ങനെയൊക്കെ അഡ്മിനിസ്ട്രേഷൻ നടത്തണം എന്നുള്ള പ്ലാൻ ഉണ്ടാക്കണം. എങ്ങനെയാണ് ഒരു ഫുഡ് അതോറിറ്റി ഉണ്ടാവേണ്ടത്? ഒരു വർഷത്തേക്ക് എന്തൊക്കെയാണ് ഒരു ഫുഡ് അതോറിറ്റിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ആര് ചെയ്യണം? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചെയ്യണം. എന്നിട്ട് ചെയ്തിട്ട് ഓരോ വർക്കിന്റെയും പ്രൊപ്പോസൽ ഉണ്ടാക്കണം. അപ്പൊ ആദ്യം പ്ലാൻ ഉണ്ടാക്കി പ്രൊപ്പോസൽ ഉണ്ടാക്കുന്നു. ഈ പ്രൊപ്പോസൽ ഉണ്ടാക്കി ഈ പ്രോഗ്രാമില്ലേ പ്രൊപ്പോസൽ ഉണ്ടാക്കി അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ നോക്കണം.
എന്നിട്ട് ഓരോ ഇതിനും, അതായത് എല്ലാ കമ്മിറ്റികൾക്കും, ഇത് കൂടാതെ ആദ്യം പ്ലാൻ ഉണ്ടാക്കി, പ്രൊപ്പോസൽ ഇംപ്ലിമെന്റ് ചെയ്തു. ഇത് കൂടാതെ ഇതിലുള്ള കമ്മിറ്റികളിലെ സെലക്ഷൻ കമ്മിറ്റി, അല്ല സയന്റിഫിക് കമ്മിറ്റി, സയന്റിഫിക് പാനൽ, സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി, ഇങ്ങനത്തെ കമ്മിറ്റികൾക്കൊക്കെ അതിൻ്റെതായ ആവശ്യമായ കാര്യങ്ങൾ ആര് ഉറപ്പുവരുത്തണം? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഉറപ്പുവരുത്തേണ്ടത്. കാരണം സയന്റിഫിക് പാനലും സയന്റിഫിക് ഇതിലൊക്കെയുള്ള സയന്റിസ്റ്റുകളാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായ സഹായങ്ങളും കാര്യങ്ങളും എല്ലാ സ്റ്റഡീസിനുള്ള കാര്യങ്ങളൊക്കെ ആരാ ചെയ്തു കൊടുക്കുന്നത്? ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അതുപോലെ തന്നെ ഈ ഫുഡ് അതോറിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, ഇതിൻ്റെ ഓരോ ടാസ്കും അതിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആര് നോക്കും? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നോക്കും. അപ്പോൾ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ, പ്രൊപ്പോസൽ ഉണ്ടാക്കൽ, ഇംപ്ലിമെൻറ്റിംഗ് ദ വർക്ക് പ്രോഗ്രാംസ്, പിന്നെ അതുപോലെ തന്നെ ഇവരുടെ സയൻറ്റിഫിക് ടെക്നിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് കൊടുക്കൽ, ഈ ഫുഡ് അതോറിറ്റി എങ്ങനെ ഓരോ ടാസ്കും അതിൻ്റെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ നോക്കൽ, ഇതൊക്കെ ആരുടെ പണിയാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ പണിയാണ്. ഇതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ, അല്ലേ? അങ്ങനെ ഇതിന്റെ പൈസ ചെലവ്, അതായത് പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യണം, എന്തായാലും പൈസ ചെലവുണ്ടാവില്ല. ആ പൈസ ചെലവിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റും ബാക്കിയുള്ള കമ്മിറ്റികളായിട്ടുള്ള ഇടനിലക്കാരൻ ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അപ്പോൾ സയന്റിഫിക് കമ്മിറ്റി ഒരു എന്തെങ്കിലും പറഞ്ഞു, അപ്പോൾ ഇത് അറിയിക്കുന്നത് ആരാ? സെൻട്രൽ ഗവൺമെന്റിനെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അറിയിക്കുക. എവറി ഇയർ, എല്ലാ വർഷവും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയധികം പ്ലാൻ ഉണ്ടാക്കണം, പ്രൊപ്പോസൽ ഉണ്ടാക്കണം, ഇംപ്ലിമെന്റ് ചെയ്യണം, സയന്റിഫിക് കമ്മിറ്റിയും പാനലിനൊക്കെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. എല്ലാ ഫുഡ് അതോറിറ്റി ഓരോ സ്റ്റേറ്റിലുള്ളതും കറക്റ്റായിട്ട് ഇത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇതിനൊക്കെ എത്ര ചെലവുണ്ട് എന്നുള്ളത് ആരും നോക്കണം? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നോക്കണം. ഇത് കൂടാതെ ഇവർ തമ്മിലുള്ള അങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷന് സഹായിക്കാൻ ആര് സഹായിക്കണം? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സഹായിക്കണം, അല്ലേ? അങ്ങനെ ആകുമ്പോൾ കുറേ പണിയുണ്ടല്ലേ. ഈ പണീനൊക്കെ പേപ്പർ വർക്ക് വേണ്ട. ഈ പേപ്പർ വർക്കൊക്കെ ആര് ചെയ്യണം? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചെയ്യണം. അദ്ദേഹം ഒരു അപ്രൂവലിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നത് മൊത്തം 4 പ്രൊപ്പോസൽസാണ്. അതിലൊന്നാമത് ജനറൽ റിപ്പോർട്ടാണ്. ഫുഡ് അതോറിറ്റീൻ്റെ മൊത്തം ഓരോ കഴിഞ്ഞ കൊല്ലം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട്. പിന്നാമത്തെ പ്രോഗ്രാംസ് ഓഫ് വർക്ക്, എന്തൊക്കെ പ്രോഗ്രാംസ് ചെയ്തു. ആനുവൽ അക്കൗണ്ട്, ഒരു വർഷത്തെ കഴിഞ്ഞ വർഷത്തെ എത്ര ചെലവായിരുന്നു, അപ്പോൾ എന്തൊക്കെ പ്രോഗ്രാം ചെയ്തു, എങ്ങനെ ചെയ്തു, അത് എത്ര ചെലവ് വന്നു അതിന് എന്നുള്ളതും, അതുപോലെ തന്നെ അടുത്ത വർഷം ഇത്രത്തോളം ബഡ്ജറ്റ് ഉണ്ടാവുക എന്നുള്ളതും. ഈ 4 കാര്യങ്ങളാണ് ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സെൻട്രൽ ഗവൺമെൻറ് മുന്നിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. നമ്മളെ കോളേജിൽ എന്താ പറയുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ വന്നില്ലേ, അതായത് മാത്യു സാർ. ആ സാറ് വന്നപ്പോൾ ആ സാറ് വരാനുള്ള കാരണം ഒന്നെന്തായിരുന്നു എന്നറിയോ? ഫുഡ് അതോറിറ്റി ഇങ്ങനെ ഒന്ന് പറഞ്ഞിരുന്നു, ഫുഡ് സേഫ്റ്റി ഡേൻ്റെ അന്ന് എന്തുണ്ട്, ഇങ്ങനെ പ്രോഗ്രാംസ് ചെയ്യണം എന്നുള്ളൊരു ഇത് പറഞ്ഞിരുന്നു. ആ പറഞ്ഞ കാര്യം ഇതുകൊണ്ടാണ് സാറ് നമ്മുടെ കോളേജിലേക്ക് വരാനുള്ള കാരണം. അതുപോലെ അപ്പോൾ ഒരു ഫുഡ് അതോറിറ്റീൻ്റെ പ്ലാനാണ് ഒരു ജനങ്ങളെ ഫുഡ് സേഫ്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഫുഡിനെ പറ്റി അവരെ ബോധവാന്മാരാക്കുക എന്നുള്ള ഫുഡ് അതോറിറ്റീൻ്റെ ഒരു പ്ലാനിൻ്റെ ബേസിലാണ് ഇവർ ഇത് ചെയ്യുന്നത്. അവർ ഗവൺമെൻറ് എംപ്ലോയീസാണ്, അവർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ആ ഒരു ബേസിലാണ് അവരത് വന്നതൊക്കെ. അപ്പോൾ ആരാ പ്ലാൻ ഉണ്ടാക്കിയത്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാ. ആരാ പ്രൊപ്പോസൽ ഉണ്ടാക്കിയത്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാ. ആരാ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറഞ്ഞത്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാ. ആരാണ് എല്ലാ കമ്മിറ്റികൾക്കുള്ള സഹായം കൊടുത്തത്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ആരാണ് ഇത് കറക്റ്റ് ഈ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടോ നോക്കിയത്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഇതിന്റെ മൊത്തം ചെലവ് എങ്ങനെയുണ്ട് നോക്കിയത് ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ഉള്ള ഇടനിലക്കാരനായിട്ട് ഓരോ മെസ്സേജ് സെൻഡ് ചെയ്യാൻ സഹായിച്ചത് ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, അല്ലേ? ഇതൊക്കെയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ ഫങ്ഷൻസ് വരുന്നത്. എന്തൊക്കെ റിപ്പോർട്ടാണ് ഒരു കൊല്ലം കഴിഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ കൊല്ലം ജനുവരിയിൽ അപ്പോയിന്റ് കഴിഞ്ഞാൽ അടുത്ത ജനുവരി ആകുമ്പോഴത്തേക്ക് ഇദ്ദേഹം എന്തൊക്കെ സബ്മിറ്റ് ചെയ്യണം? ഒന്ന്, കഴിഞ്ഞ കൊല്ലത്തെ വർക്ക് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്, കഴിഞ്ഞ കൊല്ലത്തെ എല്ലാ വർക്കുകളും, അതുപോലെ തന്നെ എന്തൊക്കെ വർക്കുകൾ ഉണ്ട് എന്നുള്ളത്, അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം എത്ര ചെലവായി എന്നുള്ളത്, ഇത് കൂടാതെ അടുത്ത കൊല്ലം എത്ര ചെലവാകും എന്നുള്ളതും ആര് പറഞ്ഞു കൊടുക്കണം? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു കൊടുക്കണം. അപ്പം നമുക്ക് ഇന്നത്തോടെ 10 വരെ തീർക്കാം, അല്ലെ? 4 മുതൽ 10 വരെ കഴിഞ്ഞു. ഇനി മൊത്തത്തിൽ 17 ആണല്ലോ. അപ്പോൾ 7 എണ്ണം കൂടി ഇനി പഠിക്കാനുണ്ട് ഈ ഇതിൽ തന്നെ. അതും കൂടി നോക്കാം. ആദ്യം ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് റാപ്പ് ചെയ്യാം. അപ്പൊ സെലക്ഷൻ കമ്മിറ്റി ഫുഡ് അതോറിറ്റിയിൽ ആളുകളെ സെലക്ട് ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? പിന്നെ ചെയർപേഴ്സണും 22 മെമ്പേഴ്സും, ഇത് കൂടാതെ ഒരു CEO ഉണ്ട്. CEO അല്ലാത്ത മെമ്പേഴ്സുകളുണ്ട്. അതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് അന്ന് ആവശ്യം അനുസരിച്ച് അപ്പോയിന്റ് ചെയ്യുന്നതാണ്. ഇത് കൂടാതെ ഇതിനടിയിൽ സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്, സയന്റിഫിക് കമ്മിറ്റി ഉണ്ട്, സയന്റിഫിക് പാനൽ ഉണ്ട്. ഈ 3 പാനലിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് പഠിക്കാം. ഓക്കെ അല്ലേ? ബൈ.